ലാലേട്ടന്റെ ചില ഭ്രമങ്ങളെക്കുറിച്ച് അമ്മ ശാന്തകുമാരി സംസാരിക്കുന്നൊരു വീഡിയോ മുൻപ് വൈറലായിരുന്നു. ലാല് വീട്ടിൽ നല്ല കുസൃതിയാണ്. കട്ടിലിൽ കിടന്ന് മറിയുകയും ചാടുകയും ഒക്കെ ചെയ്യും. മുറ്റത്തൊക്കെ ഓടും, മരത്തിലൊക്കെ കയറും. കുതിരപ്പുറത്ത് പോകുവാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇറങ്ങി ഓടും റോഡിലേക്ക്. ചെറുപ്പത്തിൽ ഇതൊക്കെയായിരുന്നു പരിപാടികൾ. പോയ പോലെ കുതിരപ്പുറത്ത് തിരിച്ചു വരും. ഭ്രമങ്ങൾ എന്ന് പറയാനുള്ളത് കൂടുതലും ഡ്രസ്സുകളോടാണ്. ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങാൻ ഇഷ്ടമാണ്. ലാലേട്ടൻ്റെ ചില ഭ്രമങ്ങളെക്കുറിച്ച് അമ്മ ശാന്തകുമാരി സംസാരിക്കുന്നൊരു വീഡിയോ മുൻപ് വൈറലായിരുന്നു. പിന്നെ ഇപ്പോൾ ആഭരണങ്ങളൊക്കെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മോതിരങ്ങൾ. ഒരുപാട് മോതിരങ്ങൾ വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ പഴയ ആൻറ്റീക്ക് വസ്തുക്കളോട് വലിയ താല്പര്യമാണ്. നിറയെ സാധനങ്ങളാണ് അങ്ങനെ വാങ്ങി വെക്കാറുള്ളത്. ഇപ്പോഴും കിട്ടിയാൽ അതൊക്കെ വാങ്ങിവെക്കും. എനിക്ക് അങ്ങനെ ഒരു വസ്തുവിനോടും ഒരു പ്രത്യേക താല്പര്യമില്ല. സാരികളോടോ ആഭരണങ്ങളോടോ ഒന്നും ഒരു തരത്തിലുള്ള പ്രത്യേക താല്പര്യങ്ങൾ എനിക്ക് പണ്ടുമില്ല, ഇപ്പോഴില്ല. ഞാൻ എന്ത് വിഷമത്തോടെ ഇരുന്നാലും ലാലു എന്നോട് പോസിറ്റീവായിരിക്കാൻ മാത്രമേ പറയാറുള്ളൂ. ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കണം എന്നാണ് എന്നോട് പറയുന്നത്. അമ്മ വിഷമിക്കാൻ പാടില്ല, എപ്പോഴും നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറയും എന്നോട്. എനിക്ക് സിനിമയിലൊന്നും അധികം സുഹൃത്തുക്കളൊന്നുമില്ല. ഓണമൊക്കെ ആയാൽ പണ്ടൊക്കെ പൂജപ്പുര മണ്ഡലത്തിലാണ് ലാലു. ഇപ്പോഴും എന്നെ കാണാൻ വരുമ്പോൾ എന്നോട് എല്ലാ ആളുകളെക്കുറിച്ചും ചോദിക്കും. മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. പഠിക്കാൻ ആവറേജ് ആയിരുന്നു. ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ലാലുവിന്. ഒരുപാട് നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന കൂട്ടത്തിലുള്ള ആളാണ്. മോഹൻലാലിനെക്കുറിച്ച് അമ്മ സംസാരിച്ച വാക്കുകളാണിവ. മകൻ മലയാള സിനിമയുടെ എന്നല്ല, ഇന്ത്യൻ സിനിമയുടെ തലപ്പത്ത് നിൽക്കുമ്പോഴും മകൻ്റെ 3 സിനിമകൾ കാണാൻ ശാന്തകുമാരി തയ്യാറായിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് ആരോ അഭിമുഖത്തിൽ അവർ തന്നെ അത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. കിരീടം, ചെങ്കാൽ, താളവട്ടം തുടങ്ങിയ 3 ചിത്രങ്ങളായിരുന്നു അവ. കിരീടവും ചെങ്കോലും ഞാൻ കാണത്തില്ല. ഭയങ്കര കഷ്ടവാത്, അടിയാണ്, എനിക്ക് കാണണ്ട. ചെങ്കോൽ ഞാൻ കണ്ടിട്ടേയില്ല. കിരീടം ആദ്യം കുറച്ച് കണ്ടു, പിന്നെ എനിക്ക് കാണണ്ട. താളവട്ടവും ഞാൻ കണ്ടിട്ടില്ല, അത് ആന്നും കാണുകയുമില്ല. കിലുക്കം പോലുള്ള സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. ചിത്രം ലാസ്റ്റ് ഭാഗമായപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി എന്നായിരുന്നു ഒരു സ്വകാര്യ ചാനലിനോട് അന്ന് ശാന്തകുമാരി പറഞ്ഞു.